ഹായ്, ഏത് രാജ്യത്ത് പോയാൽ രക്ഷപ്പെടാൻ പറ്റും? ഏത് കോഴ്സ് എടുത്താൽ നമുക്ക് ഒരു വർക്ക് വിസ കണ്ടുപിടിക്കാൻ പറ്റും? എല്ലാവർക്കും ഉള്ള സംശയമല്ലേ? ഇതിന്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഇതിന് രണ്ട് മാർഗങ്ങളാണ് ഞാൻ സജസ്റ്റ് ചെയ്യാറ്. ഒന്ന് ഹാർഡ് വേ, ഒന്ന് ഈസിയസ്റ്റ് വേ. നമ്മൾ ഏത് കോഴ്സ് എടുത്താലും നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ പോസിബിൾ ആയിട്ടുള്ള കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻസ്. ഈ പ്രൊഫഷൻസിലേക്കുള്ള അവിടുത്തെ ക്രാഷ് കോഴ്സുകളുണ്ട്. നമ്മൾ അവിടെ ചെന്ന് ഈ ക്രാഷ് കോഴ്സുകൾ എടുത്താൽ ഈ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനിൽ നമുക്ക് അവിടെ ഒരു സ്പോൺസറെ കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ജോബ് പ്രൊവൈഡറിനെ കണ്ടുപിടിച്ച് നമുക്ക് ഈ ജോലിയിലേക്ക് കയറാൻ ഈസിയസ്റ്റ് വേ. ദ അതർ വേ, ഹാർഡസ്റ്റ് വേ, നമ്മൾ ഒരു പ്രത്യേക പ്രൊഫഷൻ ചൂസ് ചെയ്തു, നമ്മളൊരു കരിയർ ചൂസ് ചെയ്തു, നമ്മൾ അതിനെക്കുറിച്ച് പാഷനേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റോബോട്ടിക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ IT റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഡാൻസ് ആൻഡ് കണ്ടംപററി ആർട്സ്, ഇങ്ങനെയുള്ള പ്രൊഫഷനൊക്കെ അവിടെ ഷോർട്ട് ലിസ്റ്റഡ് പ്രൊഫൈൽ ആണെങ്കിൽ പോലും അതിലൊരു ജോലി കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ കരിയർ നിങ്ങളുടെ ഫ്യൂച്ചറാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഈ ഹാർഡ് വേ നിങ്ങൾക്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു പ്രൊഫഷനിൽ നിങ്ങൾക്ക് എത്താവുന്ന ഹൈറ്റ്സിനേക്കാൾ ഒരുപാട് ഹൈറ്റ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പാഷനേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഈസി വേ ചൂസ് ചെയ്യണോ അതോ ഹാർഡ് വേ ചൂസ് ചെയ്യണോ എന്നുള്ളത് പ്യുവർ സ്റ്റുഡൻസിന്റെ തീരുമാനമാണ്. ഈ രണ്ട് രീതി നിങ്ങൾ ചൂസ് ചെയ്യാൻ തയ്യാറാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് വിദേശ പഠനം താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നമസ്കാരം.